ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് ആദരവോടുകൂടി എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ മാസം 31-ാം തീയതി 305-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ ഈ ആണ്ടിലെ 10-ാമത്തെ മാസത്തിൻ്റെ ഒടുവിലത്തെ ദിനത്തിലായി. ദൈവത്തിൻ്റെ വാക്ക് ഞാൻ അനുസരിച്ചെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ. അങ്ങനെയാണ് പൊതുവെ നമ്മൾ പറയുക. എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചും നമ്മൾ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വാക്ക് ഞാൻ അനുസരിച്ചില്ലെങ്കിലും എന്താണ് കുഴപ്പം? ചിലരുടെ നിവൃത്തികെട്ട നേരത്തുള്ള ഒരു ചോദ്യവും പൊട്ടിത്തെറിയുമൊക്കെ ആവാം. അതല്ലല്ലോ ന്യായം, എളുപ്പവും. എൻ്റെ വാക്കുകളെ ദൈവം കേട്ടിരുന്നെങ്കിൽ എല്ലാം ശരിയാകുമായിരുന്നു എന്നുകൂടി പറഞ്ഞു വെക്കാൻ നമ്മളിപ്പോൾ ധൈര്യം കാണിച്ചു തുടങ്ങി. അറിയാതെ ആവർത്തന പുസ്തകത്തിലേക്ക് കണ്ണുകളൊന്ന് ഉടക്കിപ്പോയപ്പോൾ അയാൾക്ക് വായിക്കേണ്ടി വന്നതാണ് ഈ വചനം. 28-ാം അധ്യായം 62-ാം തിരുവചനത്തിൻ്റെ ഒടുക്കം. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നീ അനുസരിച്ചില്ല. അനങ്ങാതിരുന്ന് മിണ്ടാതിരുന്ന് അത് അങ്ങ് അനുസരിച്ചെങ്കിൽ ഇപ്പോൾ എല്ലാം ശരിയായേനെ. എതിർത്ത് നിൽക്കാൻ എളുപ്പമാണ്, അത് ദൈവത്തോടായാലും മനുഷ്യനോടായാലും. കൂട്ടുചേരാനും ഒത്തുപോകാനുമാണ് ഏറെ പ്രയാസവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ. എന്നിട്ടിപ്പോൾ ഒന്ന് പരിശോധിക്കുമ്പോൾ ജീവിത അനുഭവ സഞ്ചിയിൽ എന്തൊക്കെയാണ് അവശേഷിക്കുന്നത്? ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭയവും കണ്ണുകൾ കാണുന്ന കഠിനമായ കാഴ്ചയും നിമിത്തം പ്രഭാത നേരത്ത് ഞാൻ പറഞ്ഞു പോകും, ദൈവമേ സന്ധ്യയായിരുന്നെങ്കിൽ. സന്ധ്യ ആകുമ്പോഴോ അപ്പോഴും ഞാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് പറഞ്ഞു പോകും, ദൈവമേ പ്രഭാതമായിരുന്നെങ്കിൽ. ഇതാരുടെ ഡയലോഗാണെന്ന് അറിയാമോ? ദൈവത്തെ മനഃപൂർവ്വം വിട്ടുകളഞ്ഞ ഏതൊരുവൻ്റെയും അവനെ കാത്തിരിക്കുന്ന പൊള്ളുന്ന അനുഭവങ്ങൾക്കൊടുവിൽ ഇങ്ങനെയൊക്കെ അവന് പറഞ്ഞേ മതിയാവും. ഇതും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് കേട്ടോ. ആവർത്തന പുസ്തകം തന്നെയാണ്, 28-ാം അധ്യായത്തിൻ്റെ 67-ാമത്തെ വാക്യം. ഇപ്പോഴത്തെ ജീവിത അവസ്ഥ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അത്ര ഭയാനകമാണോ? ആയിരിക്കണമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതൊന്നും മാറിയിരുന്നെങ്കിലെന്ന് മിക്കവാറും വിലപിച്ചു പോകുന്നത്. പ്രഭാതത്തിൽ പറഞ്ഞു പോകും, സന്ധ്യയായിരുന്നെങ്കിൽ സന്ധ്യയിൽ തിരിച്ചു. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഇനി സാധ്യമാണോ? തീർച്ചയായും. കടലിന് മീതെ നടന്ന പത്രോസ്ലീഹായെ നോർത്താൽ മതി. ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മളും. അകവും പുറവും ഒരുപോലെ ഇളകി മറിയുകയാണ്. ഒരു ശാന്തതയുമില്ല. ഒന്നും വേണ്ടായിരുന്നു, കൂട്ടു ശിഷ്യന്മാരോടൊപ്പം പടകിൽ തന്നെ ആയാൽ മതിയായിരുന്നു. കൈനീട്ടി വീണ്ടെടുക്കാൻ ക്രിസ്തുയേശു അരികിലുണ്ടെന്ന ഒരു ഉറപ്പിലേക്ക് നമുക്കും പോയേ മതിയാവും. അത്തരമൊരു ആത്മീയ അച്ചടക്കം സ്വന്തമാക്കണം. പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഉള്ളിലൊരു ഉറപ്പ് കണ്ടെത്തുകയും അതിൽ ജീവിതത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യുക. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ അപ്പമോ പാനം ചെയ്യാൻ വീഞ്ഞോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല. ഞാനൊന്നും നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. ദൈവം പറഞ്ഞതാണ്. അതും ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.